Hello, good afternoon. Good afternoon. തുടങ്ങാം. രണ്ടുപേരുള്ള ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണോ? കാണാനില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം പോകും, തീരില്ല. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പരിചയപ്പെട്ടു? ഇപ്പൊ ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാ പരിചയപ്പെട്ടതൊന്ന് പറയാമോ? Casualty department, ആ cardiology, ആ anesthesiology, ആ critical care units, ആ ENT, ആ dermatology, ആ endocrinology, ആ pediatrics, ആ general medicine, ആ gastroenterology, ആ gynecology, obstetrics. യെസ്, അവിടെ വരെയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളൊരു 10 ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ തന്നെ പഠിച്ചു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? നോട്ട് ഒന്ന് അന്നാന്ന് എടുക്കുന്നതൊക്കെ അന്നാന്ന് തന്നെ ഒന്ന് വായിച്ചു കൂടി നോക്കാട്ടോ. അപ്പൊ പിന്നെ അധികം നേരം നിങ്ങൾ അതിനുവേണ്ടി കുത്തി പിടിച്ചിരുന്ന് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അന്നാന്ന് തന്നെ പഠിക്കുക. അത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ മനസ്സിലാക്കി പഠിക്കാം. കുറച്ചൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്. കുറച്ച് മാത്രമേ നമുക്ക് ഒന്നും അറിയില്ലാത്ത ചില ഡിപ്പാർട്ട്മെന്റുകളുള്ളൂ. അപ്പൊ അതിന് കുറച്ച് കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അന്ന് എടുക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 3-4 എടുത്തത്. 3-4 ഡിപ്പാർട്ട്മെന്റ് എടുത്തുള്ളൂ. ഫസ്റ്റ് ഡേയിലും നമ്മൾ ഒരു 4-5 അത്രയും ഡിപ്പാർട്ട്മെന്റുകൾ, ആദ്യത്തെ ഡേയിലോ 2 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പരിചയപ്പെട്ടുള്ളൂ. അപ്പൊ അതുപോലെ എടുത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സ്പീഡാണ്. നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് നമുക്ക് കാര്യങ്ങൾ ബേസും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് അത്രയും വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായോ? അത് ഒന്നാമത് തന്നെ ഒന്ന് പഠിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ 3 months കഴിയുമ്പോൾ ഫസ്റ്റ് 2 മൊഡ്യൂൾസിന്റെ ഒക്കെ എക്സാംസ് ഒക്കെ വരും. അപ്പൊ പിന്നെ അന്നേരം നിങ്ങൾ എല്ലാവരും കൂട്ടി ഇങ്ങനെ വെച്ചിരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കൂടുതലും നമ്മളെല്ലാവരും തന്നെ ഒരു ഫാമിലിയൊക്കെ ഇങ്ങനെ തയക്കി കൊണ്ടുപോകുന്ന ആളുകളാണല്ലോ കൂടുതലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് മാത്രം പഠിക്കാൻ മാത്രം ഇരിക്കുന്നവരല്ല. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റും വേറെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അന്നേരം നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വേഗം ഒന്ന് പഠിച്ചു പോകുക കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാ? നമുക്ക് പഠിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഫസ്റ്റ് വൺ Neurology. ന്യൂറോളജി. ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ന്യൂറോളജി ആണ്. ന്യൂറോളജി എന്താണ്? ന്യൂറോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക? Human nervous system. അതെ, നെർവസ് സിസ്റ്റത്തിനുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ന്യൂറോളജി ഡീൽസ് വിത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റുകളും ഡയഗ്നോസിസും പ്രിവെൻഷൻ ഓഫ് സം ഡിസീസസും ഒക്കെ നടക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ ന്യൂറോളജി എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ നെർവസ് സിസ്റ്റം ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയ തന്നെയാണ്. ഇവിടെ എന്താ പറയാ, ഡോക്ടേഴ്സ് ഹു ആർ ഡീലിംഗ് വിത്ത് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേറ്റ് and treat patients for their problems which are affecting their brain and spinal cord. ഏത് രണ്ട് ഭാഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളും ഡയഗ്നോസിസും ആണ് ഇവിടെ നടക്കുന്നത്. പ്രോബ്ലംസ് അഫക്റ്റിംഗ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പ്രോബ്ലംസിനെയും ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അല്ലെങ്കിൽ അത്തരം ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ is problems related to spinal cord and brain is treated by the doctors who are handling this department. അല്ലെ, ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഈ രണ്ട് വിഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മേ ബി ഡ്യൂ ടു മെനി അതർ കോസസ്.
കാരണങ്ങൾ കൊണ്ടും ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, സ്പൈനൽ കോഡിനും ബ്രെയിനും. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, പഠിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള രോഗനിവാരണങ്ങളൊക്കെ നടത്തുകയാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് ചെയ്യുക. ഇവിടെ ന്യൂറോളജിസ്റ്റ്, ദാറ്റ് മീൻസ് ഹു ആർ ദ സ്പെഷ്യലിസ്റ്റ് ഇൻ ന്യൂറോളജി, നെർവ് സിസ്റ്റത്തിനെ കൂടുതലായിട്ട് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ ആളുകളെയാണ് നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്ന് വിളിക്കുക. ദേ എക്സാമിൻസ് ദ പേഷ്യൻസ് ഹു ഹാഡ് റെഫേർഡ് ബൈ ദ ഇവിടെ ഇല്ലേ, നേരിട്ട് നമ്മൾ ഓടി അങ്ങോട്ട് ഇപ്പൊ ന്യൂറോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ് വളരെ റെയർ കേസസിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുള്ളൂ. അതർവൈസ് അല്ല എന്നുണ്ടെങ്കിൽ സം ഫിസിഷ്യൻസ് റെഫർ ദീസ് പേഷ്യൻസ് ടു ദ ന്യൂറോളജിസ്റ്റിലേക്ക് റെഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും തലവേദന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് നമ്മൾ എത്ര മരുന്നുകൾ പല തരത്തിലും മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും ആ ഒരു പർട്ടിക്കുലർ തലവേദന ഡ്യൂ ടു മെനി കോസസ്, പല കാരണങ്ങൾ കൊണ്ട് തലവേദനകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ അതിങ്ങനെ മാറാതെ വരിക, തൽക്കാലം ഒരു തലവേദന വരുന്നു, അപ്പൊ സാധാരണ ഉണ്ടാകുന്ന തലവേദനയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കും, അല്ലെങ്കിൽ അതിന് മരുന്ന് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കോമൺ കേസസിൽ ഉണ്ടാകുന്ന തലവേദനകൾ എന്തെങ്കിലും കാരണങ്ങളുടെയൊക്കെ ഒരു സിംറ്റമാണ്, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുടെ. അപ്പൊ അത് കാരണമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കും. പക്ഷേ എത്ര മരുന്നുകൾ കൊടുത്തിട്ടും ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്യൂർഡ്, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് മരുന്നുകൾ കൊടുത്തിട്ടൊന്നും ക്യൂർ ആകുന്നില്ലെങ്കിൽ സച്ച് ടൈംസ് ദ ഫിസിഷ്യൻസ് വിൽ റെഫർ ദം ടു ദ ന്യൂറോളജിസ്റ്റ്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഫിസിഷ്യൻസ്, ദാറ്റ് മീൻസ് ദോസ് ഹു ആർ നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് GP ജനറൽ പ്രാക്ടീഷണർ, അവരെയാണ് നമ്മൾ ഫിസിഷ്യൻ എന്ന് വിളിക്കുക. അവർക്ക് ഒരു കോമൺ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ഇല്ല അങ്ങനെയുള്ളവർക്ക്. അപ്പൊ ഫിസിഷ്യൻസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം ഇപ്പൊ കുറെ പ്രാവശ്യം വന്നു ട്രീറ്റ്മെന്റ് നടത്തുന്നു, മാറുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ന്യൂറോനെ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സജഷൻ പറയും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് നമ്മൾ പോകുക. അല്ല എന്നുള്ള സാഹചര്യത്തിലൊക്കെ വളരെ റെയർ കേസിൽ മാത്രമേ ന്യൂറോളജിസ്റ്റിനെ നേരിട്ട് ഡയറക്ട്ലി പേഷ്യൻസ് എന്ത് ചെയ്യുന്നുള്ളൂ, സമീപിക്കുന്നുള്ളൂ, അല്ലെ, അവരുടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത സമയത്തൊക്കെ ഫിസിഷ്യൻസ് ആണ് റെഫർ ചെയ്യുന്നത് ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക്. നമ്മളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം, അതായത് ബൈ ദ ന്യൂറോളജിസ്റ്റ്, നമ്മുടെ ഇത്തരം ഫിസിഷ്യൻസ് റെഫർ ചെയ്യുന്ന പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ, ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് വരുമ്പോൾ, ദേ വിൽ ബിഗിൻ ദർ ഇന്ററാക്ഷൻ വിത്ത് ദ പേഷ്യന്റ്. അതായത് ഇൻ പേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യന്റ് ആയിട്ട് അവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടത്തുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി അബൌട്ട് ദർ മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, ഒരു ഇന്ററാക്ഷൻ നടത്തുന്നു. ഒരു ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്മ്യൂണിക്കേഷൻ, അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതായത് ഇവര് ഹോസ്പിറ്റലിൽ വന്നു പോകുന്ന ആ ഒരു ഫ്രീക്വന്റ് ടൈംസ്, ഏതൊക്കെ രോഗങ്ങളുമായിട്ട് ഈ പേഷ്യന്റ് ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ പല പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ദേ ക്യാൻ കൺക്ലൂഡ് വാട്ട് ഈസ് ദ ഇൽനെസ്, എന്താണ് ആ രോഗം അല്ലെങ്കിൽ ഡിസീസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒരു ഇന്ററാക്ഷനിലൂടെയാണ് ആദ്യം തന്നെ ഈ ന്യൂറോളജിസ്റ്റ് ഇത്തരം പേഷ്യൻസിനെ സമീപിക്കുക. ഓടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഞരമ്പിന്റെ എന്തോ രോഗമാണ്, വേഗം തന്നെ അവിടെ വേഗം കയറ്റി കിടന്നിട്ട് എന്താ പറയാ ഓപ്പറേഷൻ ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊന്നും നോക്കല്ല ചെയ്യണേ, അവരോടൊരു ഇന്ററാക്ഷൻസ്. അപ്പൊ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു പേഷ്യന്റ് എന്തൊക്കെ രോഗങ്ങളുമായിട്ട് ഫ്രം ബർത്ത് മുതല് ഇവര് ചിലപ്പോ ഒരു എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ എന്താ പറയാ ജനനത്തിന് ശേഷം കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ രോഗങ്ങളുമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പൊ ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഹിസ്റ്ററീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പരിശോധിക്കുക, അത് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെയൊക്കെ ബേസിസിലായിരിക്കും. അതിന്റെ മാത്രമല്ല ബൈ ഓൾസോ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ പേഷ്യൻസിന്റെ ഒരു കുറച്ച് ശാരീരികമായിട്ടുള്ള എക്സാമിനേഷൻസ് നടത്തും. അവരുടെ നെർവസ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ. ആൻഡ് ഓൾസോ ദ കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി വിൽ ബി ടേക്കൺ ബൈ ദ ന്യൂറോളജിസ്റ്റ് ഫോർ ദെയർ ട്രീറ്റ്മെന്റ്. അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പരിശോധിച്ചിട്ടാണ് ചെയ്യാം. അപ്പോൾ ഈ ന്യൂറോളജിക്കൽ എക്സാമിനേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ മേ ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്, അസസ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു പേഷ്യന്റിന്റെ ഒരു സാമാന്യ ഒരു വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഒരു കാര്യം ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ അവരെങ്ങനെ അതിന് പ്രതികരിക്കുന്നു, അവരുടെ ആ പ്രവർത്തനം അവരുടെ എന്താ പറയുക പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവരോട് ചോദിക്കുക. അല്ലെങ്കിൽ അവരോട് ഒരു ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, വിജ്ഞാനപരമായിട്ടുള്ള പ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നത്, അങ്ങനെ വിലയിരുത്താം. പിന്നെ അവരുടെ മോട്ടോർ സ്ട്രെങ്ത് അതെന്താന്ന് പറഞ്ഞുതരാം. മോട്ടോർ സ്ട്രെങ്ത്, പിന്നെ സെൻസേഷൻ റിഫ്ലക്ഷൻസ്,
ചില ഭാഗങ്ങളിലൊക്കെ സ്പർശനം തൊടുമ്പോൾ അവിടെ എങ്ങനെയാണ് അവർക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കോർഡിനേഷൻ, അവരുടെ ഏകോപനം, പിന്നെ എന്താ പറയാ, പിന്നെ അവരുടെ ഗൈറ്റ്, അതായത് നടത്തം, ചിലപ്പോൾ നടത്തിയിട്ടൊക്കെ നോക്കുക, ഒന്ന് നടന്നു നോക്കുക, അത് എങ്ങനെ ഒന്ന് നടക്കുക. അപ്പൊ അവരുടെ നടത്തത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ന്യൂറോളജിസ്റ്റ് അവരുടെ ഡയഗ്നോസിസുകൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുന്നത്. സോ ദേ ഹാവ് ടു മേക്ക്, ന്യൂറോളജിസ്റ്റ് ഹാവ് ടു മേക്ക് സം എന്താ പറയുക ഇന്ററാക്ഷൻസ് വിത്ത് ദ പേഷ്യൻസ്. പേഷ്യൻസുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടത്തുന്നു, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു, ആൻഡ് ഓൾസോ ദേ മേക്ക് സം കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻസ്. അവര് നേരത്തെയുള്ള ഇവരുടെ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ എടുത്ത് പരിശോധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാം. അപ്പൊ അതിനോടൊപ്പം തന്നെ അവരുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ ആ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ഒക്കെ എങ്ങനെയാണ്, അവരുടെ നടത്തം, പിന്നെ അവരുടെ മോട്ടോർ സ്ട്രെങ്ത്, പിന്നെ എന്താ പറയാ അവരുടെ കോർഡിനേഷൻ, ഇത് ഒരു ഏകോപന രീതി, മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം പരിശോധിക്കുക. ഇനി അതിനകത്ത് പറഞ്ഞ കാര്യമാണ് മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മളുടെ ഈ മസിൽസിന്റെ മൂവ്മെന്റുകളെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് മോട്ടോർ സ്ട്രെങ്ത് പരിശോധിക്കുക. അപ്പൊ നടത്തത്തിലൂടെ മാത്രമല്ല, അല്ലാതെയും ഇരുത്തിയിട്ടൊക്കെ ഒരു പേഷ്യന്റിനെ മുന്നിൽ ഇരുത്തിയിട്ട് ഡോക്ടർ ഈ ന്യൂറോളജിസ്റ്റ് അവരുമായിട്ട് ഒരു എന്താ പറയാ അവരുടെ നമ്മുടെ കൈയും അതുപോലെ പേഷ്യന്റിന്റെ കൈ കൂടി ഇങ്ങനെ നേരെ പാരലായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാം, അല്ലെങ്കിൽ മതിലിനോട് വരെ ചേർത്തിട്ട് അത് പുഷ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മസിൽ മൂവ്മെന്റുകളൊക്കെ നോക്കി മനസ്സിലാക്കി. അതുപോലെ കാലിന്റെ നോക്കണമെങ്കിൽ ഇരുന്നിട്ട് കാല് ഇങ്ങനെ താഴേന്ന് പൊക്കി മുകളിലേക്ക്, അങ്ങനെയൊക്കെ കുറച്ച് മൂവ്മെന്റുകൾ, ആ മസിൽസിൽ ഉണ്ടാകുന്ന മൂവ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ അവരതിനെ റേറ്റ് ചെയ്യും, ആ മോട്ടോർ സ്ട്രെങ്ത് എത്ര ഉണ്ടെന്ന്. ഇപ്പൊ ഒരു മസിൽസിലും യാതൊരു തരത്തിലും മസിൽസ് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ മസിൽസിന്റെ മൂവ്മെന്റ് ഒക്കെ വളരെ ബാഡ് ആണ് എങ്കിൽ ദേ വിൽ റേറ്റ് ഇറ്റ് ആസ് 0. അപ്പൊ മൂവ്മെന്റ് 0 ആണെന്ന് മനസ്സിലാക്കും. ഇപ്പൊ ചില മസിൽസ് പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പൊ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ ടൈപ്പ് ആണ് ഓരോന്നിനും, അങ്ങനെ ഇരുത്തിയിട്ട് അവരത് ആ മൂവ്മെന്റുകൾ പരിശോധിക്കും. അപ്പൊ 1, 2, 3, 4, 5 ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ് വൺ, അതായത് ഒരു മൂവ്മെന്റും ഇല്ലെങ്കിൽ 0യും. അത് കഴിഞ്ഞ് ഒരു രീതിയിലുള്ള പ്രവർത്തനം, അതായത് 1 കൊടുക്കുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ മൂവ്മെന്റ്, വിസിബിൾ മസിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം. അതായത് നമ്മളിപ്പോ കൈയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടത്തേക്ക് മസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് വിസിബിൾ ആയിരിക്കും. അങ്ങനെയുള്ള മൂവ്മെന്റ് മാത്രം ഉണ്ട്. അത് കാണുകയാണെങ്കിൽ 1/5 ആണ് കൊടുക്കുക. അതായത് മൊത്തത്തിലുള്ള മൂവ്മെന്റിന്റെ 5ൽ ഒരു മാർക്ക് കൊടുക്കും. അങ്ങനെ 5ൽ 5 വരെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ മൂവ്മെന്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഫുൾ മോട്ടോർ സ്ട്രെങ്ത് കംപ്ലീറ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ മോട്ടോർ സ്ട്രെങ്ത്തിന്റെ ആ ഒരു അസസ്മെന്റ് കൂടി നടത്തിയിട്ടാണ് ന്യൂറോളജിസ്റ്റ് അവരുടെ ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുന്നത് തന്നെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വൈൽ മേക്കിംഗ് ദ എക്സാമിനേഷൻ, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്ന സമയത്ത് പേഷ്യൻസിനെ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം നോക്കി മനസ്സിലാക്കിയിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് ആരംഭിക്കുക. അപ്പൊ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, അപ്പൊ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതിന്റെ ചില പ്രതികരണ രീതി ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ടും അവരെന്തൊക്കെയാണ് പറയുന്നത്, ബുദ്ധിപരമായിട്ട് അറിവോട് കൂടി തന്നെ പറയുന്നതാണോ, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുക. പിന്നെ അവരുടെ കോർഡിനേഷൻ, പിന്നെ സെൻസിറ്റീവ് റിഫ്ലക്ഷൻസ് എത്രത്തോളം ഉണ്ട് അത്, പിന്നെ അവരുടെ നടത്തം, പിന്നെ മോട്ടോർ സ്ട്രെങ്ത്, ഇതൊക്കെ അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ദ ന്യൂറോളജിസ്റ്റ് സ്റ്റാർട്ട്സ് ദെയർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ന്യൂറോളജിസ്റ്റ് ദേ ഡു നോട്ട് പെർഫോം സർജറീസ്. സാധാരണ ന്യൂറോളജിസ്റ്റ് എന്ന് വെച്ചാൽ ന്യൂറോ ഈ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്ന് വിളിക്കുക. അവർ സാധാരണ ഓപ്പറേഷൻസ്, അതായത് സർജറീസ് ചെയ്യാറില്ല. ഇഫ് ദ പേഷ്യൻസ് വാണ്ട് എ സർജറി, ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പേഷ്യൻസിന് നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സർജറീസ്, ഓപ്പറേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാന്നറിയാമോ, ന്യൂറോളജിസ്റ്റ് റെഫർ ദം ടു എ ന്യൂറോ സർജൻ. ആർക്കായിരിക്കും റെഫർ ചെയ്യുന്നത്, ആർക്കായിരിക്കും? ന്യൂറോ സർജനിലേക്കായിരിക്കും എന്താ പറയാ റെഫർ ചെയ്യുക. അപ്പൊ അവരാണ് സർജിക്കൽ ഇന്റർവെൻഷൻസ് നടത്തുന്നത്, അതായത് ഓപ്പറേഷൻസ് ഒക്കെ നടത്താനുള്ള ഇടപാടുകൾ നടത്തുന്നതും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഇന്റർവീൻ ചെയ്യുന്നതും ഇടപെടുന്നതും ന്യൂറോ സർജൻ ആണ്. അപ്പൊ ന്യൂറോളജിസ്റ്റ് വിൽ നോട്ട് പെർഫോം ദ ന്യൂറോ സർജറി. ന്യൂറോവുമായിട്ട് ബന്ധപ്പെട്ട സർജറീസ്, ഓപ്പറേഷൻസ് ഒന്നും തന്നെ ന്യൂറോളജിസ്റ്റ് പെർഫോം ചെയ്യുന്നില്ല. ഇറ്റ് വിൽ ബി ഡൺ ബൈ ദ ന്യൂറോ സർജൻ. ന്യൂറോ സർജൻസ് ആണ് അത് ചെയ്യുന്നത്. ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ന്യൂറോളജിസ്റ്റ് ന്യൂറോളജി എന്ന് പറയുന്ന വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റ് ആണ് ന്യൂറോളജിസ്റ്റ്. അപ്പൊ നമ്മൾ വിചാരിക്കും അവർ തന്നെയാണ് എന്താ പറയാ അതിന്റെ ഓപ്പറേഷൻസ്, സർജറീസ് ഒക്കെ നടത്താം. നമ്മൾ ENT-യുടെ ഒരു സർജനെ പരിചയപ്പെട്ടു അല്ലെ, ENT-യിൽ നടത്തുന്ന അല്ലെങ്കിൽ ENT-യിൽ ഓപ്പറേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാ? ENT നമ്മൾ പറഞ്ഞല്ലോ, ENT-നെ കുറിച്ച് പറഞ്ഞപ്പോ സർജറീസ് ഒക്കെ നടത്താൻ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആരെയാണ് അവരെ വിളിക്കുന്ന പേരുണ്ടായല്ലോ,
Otolaryngologist. ഓട്ടോലറിംഗോളജിസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പൊ ഈ ന്യൂറോളജി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നെർവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നെർവ് സിസ്റ്റവുമായി ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ട്രീറ്റ് ദ പ്രോബ്ലംസ് എഫക്ടിംഗ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ സ്പൈനൽ കോഡ് അതുപോലെ ബ്രെയിനുമായിട്ട് സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടും എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക ചെയ്യുക. ഇറ്റ്സ് ഓൾസോ ഡെൽറ്റ് വിത്ത് ഇൻ പേഷ്യൻസ് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ്. ഇവിടെ എല്ലാ തരത്തിലുള്ള, അതായത് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഔട്ട് പേഷ്യന്റുകാർക്ക് ഒക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം തന്നെയാണ്. ആൻഡ് ഇൻ ദിസ് ന്യൂറോളജിസ്റ്റ് പെർഫോം ദെയർ ട്രീറ്റ്മെന്റ്. അവരുടെ ട്രീറ്റ്മെന്റിന്റെ പെർഫോമൻസ് ആരംഭിക്കുന്നത് തന്നെ ബൈ മേക്കിംഗ് എ കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ഓൾസോ ദ ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ വഴിയും അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിച്ചിട്ടൊക്കെയാണ് അവരുടെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുക. ഇനി മാത്രമല്ല, ഇതിനകത്ത് ഈ എന്താ പറയാ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഇൻക്ലൂഡ്സ്, അതിനകത്ത് എന്തൊക്കെയാ പെടുക എന്നുകൂടി ഓർത്തിരിക്കണം. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, പിന്നെ എന്താ പറയാ മോട്ടോർ സ്ട്രെങ്ത്, പിന്നെ സെൻസേഷൻ, റിഫ്ലക്ഷൻ, കോർഡിനേഷൻ ആൻഡ് ഗൈഡ്. ഇനി ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം ദ സർജറീസ് ഒന്നും ഇവര് പെർഫോം ചെയ്യുന്നില്ല. ഇഫ് ദ പേഷ്യന്റ് നീഡ്സ് എനി സർജറി ദേ വിൽ ബി റെഫേർഡ് ബൈ ദ ന്യൂറോളജിസ്റ്റ് ടു ദ ന്യൂറോ സർജനിലേക്കാണ് റെഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എഴുതേണ്ട 1-2 പോയിന്റ് ഒന്ന് ജസ്റ്റ് വേഗം ഒന്ന് നോട്ട് ചെയ്തോ കേട്ടാ. പറഞ്ഞു പോകുമ്പോ അതങ്ങോട്ട് വേഗം പറഞ്ഞു പോകാം, അല്ലെങ്കിൽ സമയം പോകും. മോട്ടോർ സ്ട്രെങ്ത് എന്താണെന്ന് എഴുതി വെച്ചേക്കാം. മോട്ടോർ സ്ട്രെങ്ത്, MOTOR, മോട്ടോർ സ്ട്രെങ്ത് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് ഈസ് the muscle strength, MUSCLE, muscle strength, by observing the muscle strength the neurologist S കൂടി ചേർക്കണം, neurologist can assess, assess the motor strength, particularly there are 5 types of muscle movements in which 5 out of 5, 5/5 5 മൂവ്മെന്റുകളും കറക്റ്റ് ആണെങ്കിൽ 5/5, 5 out of 5 is considered as normal strength. 5-ൽ 5 കിട്ടി കഴിഞ്ഞാൽ നോർമൽ ആണ്. അതിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മൂവ്മെന്റുകൾ ഏതെങ്കിലുമൊക്കെ കുറഞ്ഞാണ് പോകുന്നത്. ഇപ്പൊ 4/5 കിട്ടിയാൽ ആ കറക്റ്റ് അല്ല, പെർഫെക്റ്റ് അല്ല, മോട്ടോർ സ്ട്രെങ്ത് പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. 3/5 ആണെങ്കിലും അതിനേക്കാൾ കുറവാണ്. 0 വരെ വരും. 0 എന്ന് പറഞ്ഞാൽ നോ മസിൽ മൂവ്മെന്റ് എന്നാണ് അർത്ഥം കേട്ടാ. അപ്പൊ അത്രയും എന്താ അറിയാലോ. ബാക്കി മലയാളം വേർഡുകളൊന്നും ആവശ്യമില്ല. കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സമഗ്രമായ എന്നാണ് അതിന്റെ അർത്ഥം. ആ കോംപ്രിഹെൻസീവ് എന്ന വാക്കിന്റെ അർത്ഥം. കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി മീൻസ് ഒരു സമ്പൂർണമായ അല്ലെങ്കിൽ സമഗ്രമായ ഒരു വൈദ്യ ചരിത്രം. അതായത് ഇപ്പൊ നമ്മളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്ന ഹിസ്റ്ററി എടുക്കുക. ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിനെ കുറിച്ച് മുൻപൊക്കെ വന്നു പോയതിന്റെ ഒരു ഹിസ്റ്ററി, അതാണ്. പിന്നെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഒന്ന് എഴുതി വെച്ചേക്കാം, മലയാളം വേർഡ് ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടാ. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, വിജ്ഞാനിക പ്രവർത്തനങ്ങൾ. GAIT അത് നടത്തമാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. GAIT അത് നടത്തമാണ് കേട്ടോ.
യെസ്, ഓക്കെ. അടുത്തത് ഏതാ നോക്ക്, അടുത്ത ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് എക്സ്ട്രാ വന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മോട്ടോർ സ്ട്രെങ്ത് മാത്രമാണ്. മോട്ടോർ സ്ട്രെങ്ത് മസിൽ മൂവ്മെന്റുകൾ നോക്കിയിട്ട് വിലയിരുത്തുന്നതാണ്. അപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻ ഈ മസിൽ മൂവ്മെന്റുകളിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂറോമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു മോട്ടോർ സ്ട്രെങ്ത് ഇവരുടെ പരിശോധിച്ചിട്ടാണ് ഞരമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത് എക്സ്ട്രാ എഴുതിയ നോട്ടാണ്, അത് പഠിക്കുകയും വേണം. എക്സ്ട്രാ എഴുതി തരുന്ന നോട്ട് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. അടുത്തത് നെഫ്രോളജി ആണ്. ഇതാ നെഫ്രോളജി എന്ന് പറയുമ്പോ, nephrology is the department which focuses on the diagnosis and treatment of diseases which is related to kidney. എന്താണ് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസുമായി ബന്ധപ്പെട്ടത് നെഫ്രോളജി എന്ന് പറയുന്നത് എന്നാന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസുകൾ, ഹൈപ്പർ ടെൻഷൻ, ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള പരിഹാരമാണ് നമുക്ക് നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടുക. പിന്നെ മാത്രമല്ല റിനാൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് വെച്ചാൽ കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി. റിനാൽ മീൻസ് RENAL. REN എന്ന് പറയുന്നത് കിഡ്നി എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ മെഡിക്കൽ വേർഡ് ആണ്, മെഡിക്കലിൽ ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ആണ് REN. ദാറ്റ് മീൻസ് കിഡ്നി എന്നാണ് അതിന്റെ അർത്ഥം. റിനാൽ റീപ്ലേസ്മെന്റ് തെറാപ്പി മാത്രമല്ല ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ ഓൾസോ ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ ദ നെഫ്രോളജിസ്റ്റ്. നെഫ്രോളജിസ്റ്റുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. കിഡ്നി മാറ്റിവെക്കുന്നത്, അതുപോലെ തന്നെ കിഡ്നിയിൽ റീപ്ലേസ് ചെയ്യുന്നതിന്, അതായത് ബ്ലഡ് എന്താ പറയാ മാറ്റി കയറ്റുന്നതൊക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതൊക്കെ ഈ നെഫ്രോളജിസ്റ്റ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലാണ് ട്രീറ്റ് ചെയ്യുക. ഇനി എന്താണ് കിഡ്നിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അതുപോലെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസുകൾ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഈ 3 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ നെഫ്രോളജി വിഭാഗത്തിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇനി എന്താണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? അതായത് നമ്മുടെ ശരീരത്തിലില്ലേ സർട്ടൻ മിനറൽസ് ഒക്കെ ഒരു ആവറേജ് ലെവലിൽ എല്ലാ മിനറൽസും, വൈറ്റമിൻസും മിനറൽസ് ഒക്കെ എല്ലാത്തിനും, പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു മോഡറേറ്റ് അളവിൽ വേണമല്ലോ, ആവറേജ് ലെവലിൽ വേണം. ഇഫ് എനി ഓഫ് ദ മിനറൽസ്, ഇപ്പൊ കുറച്ച് മിനറൽസിന്റെ അളവ്, ഇപ്പൊ സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, ഇതിന്റെയൊക്കെ ഈ ലെവല് വളരെയധികം കൂടി പോവുക അല്ലെങ്കിൽ വളരെയധികം കുറഞ്ഞു പോയി, ഇപ്പൊ ഇറ്റ്സ് ടു ഹൈ ഓർ മേ ബി ടു ലോ, ഈ 2 അവസ്ഥകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നറിയപ്പെടുക. ഇംബാലൻസ് ഓൾസോ ഡിസ്റ്റർബൻസിന്റെ മറ്റൊരു മീനിങ് ആണ്. അതായത് സന്തുലനമില്ലാത്ത അവസ്ഥ, അതായത് അസന്തുലിതാവസ്ഥ എന്ന് വിളിക്കും നമ്മൾ അതിന്റെ മലയാളത്തിൽ. അസന്തുലിതാവസ്ഥ ഏതിന്റെ? നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസിങ് കറക്റ്റ് ആകാത്ത അവസ്ഥയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. ഈ കറക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മിനറൽസിന്റെ ഒക്കെ അളവ് ഒരു ആവറേജ് നോർമൽ ലെവലിൽ വേണം. ഇഫ് ഇറ്റ് ഈസ് ടു ഹൈ ഓർ ഇഫ് ഇറ്റ് ഈസ് ടു ലോ, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? എന്താണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസുകൾ ആൻഡ് ഓൾസോ ഹൈപ്പർ ടെൻഷൻ. വാട്ട് ഈസ് ഹൈപ്പർ ടെൻഷൻ? നമുക്കറിയാം അല്ലെ. എന്ത് വിളിക്കും നമ്മൾ ഹൈപ്പർ ടെൻഷന്? എന്താ പറയാ, ഷോർട്ടാക്കി നമുക്ക് HT അല്ലെങ്കിൽ HTN അല്ലെങ്കിൽ HPN, അങ്ങനെ 3 ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. HT ഹൈപ്പർ ടെൻഷൻ ആണ്, HTN ഹൈപ്പർ ടെൻഷൻ ആണ്, HPN അതും ഹൈപ്പർ ടെൻഷൻ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷറിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുക. ബ്ലഡ് പ്രഷർ ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദ ലിമിറ്റ്, നമ്മുടെ ശരീരത്തില് ബ്ലഡ് പ്രഷർ ഒരു പരിധി വരെ ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും പരിധി ഉണ്ട്. എല്ലാത്തിന്റെയും പരിധിയിൽ അപ്പുറമോ താഴേക്കോ പോകുമ്പോഴാണ് അവിടെയൊക്കെ ഇംബാലൻസ് വരും. ഇപ്പൊ ഷുഗർ നോർമൽ, നമ്മുടെ ശരീരത്തിൽ ഇത്ര ലെവൽ ഓഫ് ഷുഗർ വേണം എന്നുണ്ട് അല്ലെ. അത് നോർമൽ ആണെങ്കിൽ ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇഫ് ഇറ്റ് ഈസ് ടു ഹൈ, ബ്ലഡില് ഷുഗറിന്റെ അളവുകൾ വളരെയധികം കൂടി പോകുമ്പോൾ ഷുഗർ വന്നു എന്ന് പറയും. കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ഇത് രണ്ടും പല എന്താ പറയാ സിംറ്റംസ് കാണിക്കും. നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് പുറത്തു വരും. അത് എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ അത് പുറത്തേക്ക് അതൊരു എനിക്ക് ഷുഗർ കൂടുതലാണ് അതുകൊണ്ടാ ഇങ്ങനെ, അല്ലെങ്കിൽ ഷുഗർ വളരെ കുറവാണ് അതുകൊണ്ടാ ഇങ്ങനെ. പ്രഷറും അതെ അതുപോലെ തന്നെ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്. അതുപോലെ തൈറോയിഡ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, കൂടുതലാണ് കുറവാണ് പലരും ഒക്കെ പറയുന്നത്. നോർമൽ സ്റ്റേജിലാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും വളരെ ഹെൽത്തി ആയിട്ടൊക്കെ നടക്കും. അതേസമയം ഇഫ് ഇറ്റ് ഈസ് ടു ഹൈ ഓർ ടു ലോ, ഇത് രണ്ടും കൂടുതലും അല്ലെങ്കിൽ വളരെയധികം കൂടുതലോ വളരെ കുറവാണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് അത് ഒരു രോഗമായി മാറും. മനസ്സിലായി? അതൊരു ഇൽനെസ് ആയി, അത് ഡിസീസ് ആയി. നോർമൽ ആണെങ്കിൽ ദർ ഇസ് നോ ഡിസീസ്, എല്ലാം കറക്റ്റ് ആണ്, ഓക്കെ ആണ്, ഒന്നും ലിമിറ്റ് വിട്ടിട്ട് പരിധിയിൽ അപ്പുറം പോയിട്ടില്ല.
കുറഞ്ഞു പോയാലും അധികമായാലും അതെന്തായി അതൊരു രോഗമാകും. അപ്പൊ നമ്മുടെ എന്താ പറയാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈ ബ്ലഡ് പ്രഷറിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുക. ഒരു ലെവൽ ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഗോ ബിയോണ്ട് ദാറ്റ്, അതിനേക്കാൾ കൂടുതലാകുകയാണെങ്കിൽ അത് ഏജ് അനുസരിച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. ഓരോ ഏജിൽ നമുക്ക് ഇത്ര ബ്ലഡ് പ്രഷർ BP ഇത്ര വേണം നമുക്ക്. കൊച്ചുകുട്ടികൾക്ക് വളരെ എന്താ പറയാ നോർമൽ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലൊക്കെ ആകാം. നമുക്ക് വയസ്സായി കൂടുതൽ പ്രായം ചെല്ലുന്തോറും അതിന് ആ സ്റ്റേജിൽ ആ ലെവലിൽ ഇപ്പൊ നമ്മൾ 110 എന്താ പറയാ 100-110 കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 100-110-130 കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു ഇത് കൗണ്ട് ചെയ്ത് അവിടെ എഴുതുന്നത്. നമ്മൾ ചെല്ലുമ്പോഴൊക്കെ പനിയോ അല്ലെങ്കിൽ ചുമയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഇടയ്ക്കൊക്കെ അവര് ചെക്ക് ചെയ്യുന്നതാണ്. അല്ല BP എടുക്കുക, BP നോക്കുന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവര് ഡോക്ടേഴ്സിന്റെ അടുത്ത് തന്നെ ക്ലിനിക്കിലൊക്കെ പോകണമെങ്കിൽ അവര് തന്നെ അന്നേരം അവിടെ വെച്ചിട്ട് നമുക്ക് അപ്പൊ തന്നെ BP എടുക്കും. അപ്പൊ ഇതൊക്കെ നോക്കുന്നത് ഓരോരുത്തരുടെ ഏജ് അനുസരിച്ച് അവരുടെ ഇത് നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏജ് അനുസരിച്ച് അവർക്കറിയാം, അവർ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലെ, ഇത്ര ഏജിൽ ഇത്രയെങ്കിലും BP ഉണ്ടാവണം, അത് അതിനേക്കാൾ കൂടുതലാവാൻ പാടില്ല, കുറവിഞ്ഞു പോകാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാകും. അപ്പൊ ആ രീതിയിലാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു ചെക്കിങ്. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്, കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്താണെന്ന്? നെഫ്രോളജി എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഏത് കാര്യങ്ങളെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്? കിഡ്നിക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ അവിടെ ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ് ഒക്കെ. ഓക്കെ, റിനാൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ വേഗം ഒന്ന് നോട്ട് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് നോട്ട് ചെയ്യണം, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഓർ ഇംബാലൻസ് എന്താണെന്ന് നോട്ട് ചെയ്യണം. വേഗം ഇത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഒരു ഹൈഫൻ ഇടാം. ഓൾസോ നോൺ ആസ് KNOWN, known as electrolyte imbalance, IMBALANCE. ഒരു ഹൈഫൻ ഇട്ടിട്ട് ചെയ്താ it occurs 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 when we have too much, TOO, 2 O ഉണ്ട് ട്ടോ, too much അധികം എന്നർത്ഥം, too much or not enough of certain minerals, certain CERTAIN, certain minerals. ആ certain minerals എന്താണെന്നൊന്ന് എക്സാമ്പിൾ ആയിട്ട് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. പൊട്ടാസ്യം ഓർ സോഡിയം ബ്രാക്കറ്റിൽ എഴുതാം കേട്ടാ. certain mineralsന്റെ ബ്രാക്കറ്റിൽ എഴുതാം സോഡിയം ഓർ പൊട്ടാസ്യം, SODIUM ഓർ POTTASIUM, പൊട്ടാസ്യം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇൻ അവർ ബോഡി ആ മിനറൽസ് ഏതാണെന്നൊന്ന് നോട്ട് ചെയ്തേക്കാം. ഏതൊക്കെ മിനറൽസ് അധികമോ അല്ലെങ്കിൽ കുറവോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുക, ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുക ഇൻ അവർ ബോഡി. അങ്ങനെ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് അധികം നാളൊക്കെ നീണ്ടു നിന്നാൽ ഇറ്റ് വിൽ ബി എ കിഡ്നി പ്രോബ്ലം. അത് കിഡ്നി പ്രോബ്ലമിലേക്ക് പോകാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടാ. ഇറ്റ് മേ ബി എ സൈൻ ഓഫ്, അതുകൂടി അവിടെ സെന്റൻസ് എഴുതി വെച്ചേക്കാം. ഇറ്റ് മേ ബി എ സൈൻ, SIGN, സൈൻ അടയാളം. ഇറ്റ് മേ ബി എ സൈൻ ഓഫ് kidney disease. It may be a sign of kidney disease. എഴുതിയോ? ഓക്കെ, അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് കൂടി എഴുതാ. ഹൈപ്പർ ടെൻഷൻ It is also known as blood pressure. It is also known as blood pressure. If the blood pressure increase the limit, പരിധിയിൽ കൂടുതലാകുക.
increase the limit, comma, it is called hypertension. Increase the limit, it is called hypertension. ബ്രാക്കറ്റിലെ അതിന്റെ ഷോർട്ട് ഫോംസ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഇതിൽ ഏതെങ്കിലും ആകാം. HT ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. HT, HTN, HPN. അത് പ്രായത്തിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ട് കേട്ടാ, മാറ്റമുണ്ട്. ഇപ്പൊ പ്രായപൂർത്തിയായവർക്ക് 130, 90, 130 എങ്ങനെയാണെന്നാവോ അത് ആദ്യം ഏതാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. 130, 90 അതാണ് അഡോൾസെൻസിന്, അതായത് പ്രായപൂർത്തിയായവർക്കുള്ളത്. അങ്ങനെ പല സ്റ്റേജിലുണ്ട്. പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് കൂടുതലാകുമ്പോ 130, 140, 100 അങ്ങനെയൊക്കെ മാറി വരും. ഓക്കെ, 150, 110 വരുമ്പോ ഭയങ്കര ഒരു ക്രൈസിസ് ആണെന്ന് പറയും. ഭയങ്കര എന്തോ പ്രശ്നമുണ്ട് എന്നാണ്. ഭയങ്കര ക്രൈസിസ്, ക്രൂഷ്യൽ സ്റ്റേജിലാണ് ഒരു വലിയ വേരിയേഷനിലേക്ക് പോകുക. ഓക്കെ, അടുത്തത് ഏതാ? അടുത്ത ഡിപ്പാർട്ട്മെന്റ്? നെഫ്രോളജി മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമ്മുടേത് ന്യൂക്ലിയർ മെഡിസിൻ. ഓക്കെ, ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ഈ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ന്യൂക്ലിയർ അണു അല്ലേ അങ്ങനെയാണോ അല്ലെ? അതപ്പോ അണുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരം മെഡിസിൻസ് ആണ്. അതായത് നമ്മുടെ എന്താ പറയാ, വളരെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ വളരെയധികം ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ദാറ്റ് യൂസസ് സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഓർ മെറ്റീരിയൽസ് ടു diagnosis and ascertain the severity of the treatment of various diseases. അതായത് ഒരുപാട് രോഗങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ എന്താ പറയാ ഒരു എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതെന്നൊക്കെ അറിയണമെങ്കിൽ ചില എന്താ പറയാ ടെസ്റ്റിംഗ് രീതികളുണ്ട്. അപ്പൊ ചിലതൊന്നും നമുക്കിപ്പോ യൂറിൻ എടുത്തു അല്ലെങ്കിൽ ബ്ലഡ് എടുത്ത് പരിശോധിച്ചു അപ്പൊ മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ചില ട്രീറ്റ്മെന്റുകൾ നടത്തുന്നതിന് മുമ്പ് ഇത്തരം അസർട്ടൈൻമെന്റ് അല്ലെങ്കിൽ ഇത്തരം എന്താ പറയാ ഒരു ഇമേജിംഗ് രീതിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഇതിന്റെ ഇമേജ് നോക്കിയിട്ട് ചിലപ്പോ ചില റേസ് ശരീരത്തിന്റെ അകത്തേക്ക് കടത്തിവിട്ടിട്ട് അത് ഏതെങ്കിലും സ്ക്രീനിലേക്ക് പതിപ്പിച്ച് ആളിൽ നിന്നും അവിടെ ഈ ആന്തരാവയവങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ സ്ക്രീനിൽ പതിപ്പിച്ച് അതെന്താന്ന് മനസ്സിലാക്കി അതിന് ഒരു എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ഡയഗ്നോസിസ് നടത്താനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും അല്ലെങ്കിൽ അത്തരം രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് ഡിസീസസ് ലൈക്ക് ക്യാൻസേഴ്സ്, ഹാർട്ട് ഡിസീസസ്, gastrointestinal, endocrine, neurological disorders and also abnormalities inside the body, within the body എന്ന് പറഞ്ഞാൽ inside the body. ഇത്തരം വലിയ ഒരു മേഖലയാണ് ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ ഇന്ന് കവർ ചെയ്യുന്നത്. അതായത് പലതരത്തിലുള്ള ക്യാൻസറുകൾ, ഇപ്പൊ ശരീരത്തിനകത്തുള്ള ക്യാൻസറുകളൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബ്ലഡ് പരിശോധിച്ചതുകൊണ്ടോ മറ്റു രീതിയിലൊന്നും ചിലപ്പോൾ മനസ്സിലാകില്ല. അപ്പൊ അതിന് ഈ ന്യൂക്ലിയർ മെഡിസിൻ ആണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോ എന്താ പറയാ ക്യാൻസർ, പിന്നെ മാത്രമല്ല ഹാർട്ടിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇത് ഈ ന്യൂക്ലിയർ മെഡിസിന്റെ സഹായത്തോടെയാണ് അത് ഡയഗ്നോസിസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ വേരിയസ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ, നമ്മുടെ ഇൻഡസ്ട്രിയൽ എൻഡോക്രൈൻ സിസ്റ്റത്തിലുണ്ട്, അതായത് നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്റ്റൈൻ സിസ്റ്റങ്ങളിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള അവിടെയും പരിശോധനകളൊക്കെ നടത്തി ഈ ന്യൂക്ലിയർ മെഡിസിന്റെ സഹായത്തോടെ ഡയഗ്നോസിസ് ചെയ്യുന്ന രീതിയാണ്. പിന്നെ ന്യൂറോളജിക്കൽ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് ഓഫ് ഇൻസൈഡ് ദ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഉള്ളിലുള്ളത്, പുറത്തുള്ളതല്ല, ഉള്ളിലുള്ള അവയവങ്ങളിലെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡയഗ്നോസിസ് ചെയ്യാനാണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുക. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ്. റേഡിയോ ഐസോട്ടോപ്സ് അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ കോമ്പൗണ്ട് ആണ്. ഇറ്റ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ്. അതായത് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ഉപയോഗിച്ച്, അത് റേഡിയോ ഐസോട്ടോപ്പുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് അത് ശരീരത്തിനകത്തേക്ക് റേസിലൂടെ, അതായത് രശ്മികളായിട്ട് ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്നു. എന്നിട്ട്
കാര്യങ്ങൾ നോക്കി കാണാൻ പറ്റും. അത് എന്നിട്ട് സ്ക്രീനിലൂടെയോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ അവര് ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിന്റെ അറ്റത്ത് ഒരു ചെറിയ നമുക്ക് വിസിബിൾ അല്ലാത്ത മൈക്രോ പോലത്തെ ഒരു ഭയങ്കര തീരെ ചെറിയൊരു ക്യാമറാസ് അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുതിയ പുതിയ ടെക്നോളജീസ് ഉണ്ട് അതിനൊക്കെ. അപ്പൊ ആ ഒരു ക്യാമറ നമുക്കറിയാൻ പറ്റില്ല അതിനകത്ത് ക്യാമറ ഉണ്ടോന്ന് പോലും. അത് അകത്തേക്ക് കടത്തി വിടുന്നതോടൊപ്പം അപ്പൊ ഈ ഓരോ പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ എവിടേക്കാണോ നമുക്ക് അത് ഡിറ്റക്ട് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ പർട്ടിക്കുലർലി നോക്കി കാണാനൊക്കെ സാധിക്കുന്ന രീതിയിലേക്ക് ആണ് ഈ റേസ് ശരീരത്തിനകത്തേക്ക് കടത്തിവിടുക. ഇനി ഇത്തരം ന്യൂക്ലിയർ മെഡിസിനിൽ നമ്മൾ എന്താ പറയാ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, അത് ഒരു തരം ക്യാൻസർ ആണ്, വൈറ്റ് ബ്ലഡ് സെൽസിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്, ആൻഡ് ബോൺ പെയിൻ. മാത്രമല്ല സം ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് പലതരത്തിലുള്ള, ഇപ്പൊ ഈ ബോൺ പെയിൻ ഒക്കെ തന്നെ ചില നിരന്തരമായിട്ടുള്ള കാലുവേദനകൾ, ബോൺ എല്ലിന്റെ അകത്തൊക്കെ വേദനകളൊക്കെ ഉണ്ടാകുന്നതേ അപ്പൊ അതൊക്കെ വരുന്നത് ക്യാൻസേഴ്സിന്റെ ലക്ഷണങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാനാണ് ന്യൂക്ലിയർ മെഡിസിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് യൂസ് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്. ഇതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് വളരെ സ്പെഷ്യലൈസ്ഡ് അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത ക്യാമറാസ്, നമ്മൾ മൊബൈലിലും അവരുടെയൊക്കെ ക്യാമറ ഉണ്ട്, പക്ഷെ അതുപോലത്തെ അല്ല, ഇതിന് വേണ്ടിയിട്ട് ഇത്തരം ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഈ ശരീരത്തിനകത്തോട്ട് കടത്തിവിടാനുള്ളതാണെന്നൊക്കെ ഓർക്കണം. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് ഈ പോകുന്ന ട്രാക്ക് ഒക്കെ, ഈ പോകുന്ന പാത്തൊക്കെ എന്താ പറയാ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് കടത്തിവിടുമ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ട്രേസേഴ്സ് കടത്തിവിടുമ്പോൾ ആ പോകുന്ന വഴിയൊക്കെ ശരിക്കും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാമറാസ് അതിൽ എന്താ ചെയ്യാം അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് അവർ ചെയ്യാം. പേഷ്യൻസിന്റെ എന്താ പറയാ പേഷ്യൻസിൽ ചിലപ്പോൾ ഇൻട്രാവെനസ് ഐ വി ഇഞ്ചക്ഷൻസ് ഒക്കെ കടത്തിയിട്ടും അതിൽ കൂടിയും ഇതുപോലെയുള്ള ചില ന്യൂക്ലിയർ മെഡിസിൻസ് കടത്തിയിട്ടേ അങ്ങനെയും ഡയഗ്നോസിസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഇൻട്രാവെയിൻ എന്ന് വെച്ചാൽ ഐ വി കാനുള്ള അതുപോലെയുള്ള ചെറിയ സാധനമൊക്കെ നമ്മുടെ വെയിനിൽ കൂടിയൊക്കെ കടത്തിവിട്ട് അതിലൂടെയും ഡിറ്റക്ട് ചെയ്യാനായിട്ട് രോഗം എന്താണെന്ന് ട്രേസ് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മൊഡാലിറ്റി മീൻസ് ഇവിടുത്തെ ഇന്നത്തെ ആധുനികപരമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ മോഡലില് അത് ഒന്ന് സ്പെക്ട് എന്നും ഒന്ന് പെറ്റ് എന്നും അറിയപ്പെടുന്നതാണ്. ടു മോഡേൺ അല്ലെങ്കിൽ കോമൺലി യൂസ്ഡ് മൊഡാലിറ്റീസ് ഇന്നത്തെ ന്യൂക്ലിയർ മെഡിസിൻ ഫീൽഡിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രണ്ട് ഇതാണ് ന്യൂക്ലിയർ മെഡിസിൻസ് ആണ്. ഒന്ന് സ്പെക്ട് ആൻഡ് ഒന്ന് പെറ്റ്. സ്പെക്ട് എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫിയും പെറ്റ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയും. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയും അതിന്റെ ഫുൾ ഫോംസ് ഒന്ന് പഠിച്ചു വെക്കണം. സ്പെക്ടിന്റേത് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി, പെറ്റ് എന്ന് പറയുന്നത് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ന് പറയുന്നത്. രണ്ട് ന്യൂക്ലിയർ മെഡിസിൻസ് ആണ്. അതിന്റെ രണ്ടെണ്ണത്തിന്റെ പേര് മറക്കണ്ട, അത് പഠിക്കുക. ഏതൊക്കെ കാര്യങ്ങൾ ട്രേസ് ചെയ്യാനാണ്, ഏതൊക്കെ ആന്തരികമായിട്ടുള്ള രോഗങ്ങളെ ട്രേസ് ചെയ്യാനാണ് ന്യൂക്ലിയർ മെഡിസിൻസ് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കണം. പിന്നെ മാത്രമല്ല ന്യൂക്ലിയർ മെഡിസിൻ എന്താ പറയാ ഒരു മോഡേൺ രീതിയിലുള്ള ഒരു ഡയഗ്നോസിസ് രീതിയാണ് കേട്ടോ. പണ്ടൊക്കെ എക്സ്റേസും അല്ലെങ്കിൽ സ്കാനിങ്സും ഒക്കെയാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിനേക്കാളും കുറച്ചുകൂടി ടെക്നോളജി വികസിച്ചു. അപ്പോഴാണ് ന്യൂക്ലിയർ മെഡിസിന്റെ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സ്കാനിങ് ഒക്കെ മോളിൽ കൂടി നമ്മുടെ പുറത്തേക്ക് കൂടിയാണല്ലോ ചെയ്യുക, ഫിസിക്കൽ അതായത് പുറമേയുള്ള ഭാഗത്തേക്ക് കൂടിയാണ് ചെയ്യുക. ഇത് അകത്തേക്ക് കടത്തിവിട്ടിട്ടാണ് ചെയ്യാന്നുള്ള കാര്യം. ഡയഗ്നോസിസ് രീതി നമ്മൾ രണ്ടെണ്ണം പഠിച്ചിട്ടില്ല, ലാബിൽ നടത്തുന്ന ഡയഗ്നോസിസ് രീതിയും അതുപോലെ തന്നെ ഇതുപോലെ എന്താ പറയാ റേഡിയോളജിയും, ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് ന്യൂക്ലിയർ മെഡിസിൻ ആണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ. ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളെ ഡിറ്റക്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുക. ക്ലിയർ ആയെങ്കിൽ നമുക്ക് എഴുതാനുള്ള ഭാഗം ഒന്ന് അങ്ങോട്ട് എഴുതാം. മനസ്സിലായോ ന്യൂക്ലിയർ മെഡിസിൻ? അപ്പൊ എഴുതിക്കോ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ എൻഡോക്രൈൻ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ എൻഡോക്രൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷനുമായി ബന്ധപ്പെട്ട ചില ഫങ്ഷൻസ്, അതിലെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ സാധനകത്തോട്ട് കടത്തി വിട്ടിട്ടാണല്ലോ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ എൻഡോക്രൈൻ എഴുതി വെക്കാം. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. സ്റ്റഡി ഓഫ് normal regulation of digestion. അടുത്തത് ഇതാം. റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് ഒന്ന് ഹൈഫൻ ഇട്ടിട്ട് എഴുതാം.
is also called medicinal radio compounds. അതിന് അങ്ങനെയും പറയൂ കേട്ടോ. medicinal radio compound. medicinal radio compounds. ഒരു ഹൈഫൻ ഇട്ടിട്ട് വീണ്ടും എഴുതാ. A group of pharmaceutical drugs. A group of pharmaceutical compounds. A group of pharmaceutical drugs containing radioactive isotopes. Radioactive isotopes. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞത് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡിസം രണ്ട് രീതിയിലുണ്ട് അല്ലെ. ഹൈപ്പറും ഉണ്ട് ഹൈപ്പോയും ഉണ്ട് അല്ലെ. ഹൈപ്പർ തൈറോയിഡിസം എന്താണെന്ന് എഴുതാം. നേരത്തെ പറഞ്ഞതല്ല കേട്ടോ, ഹൈപ്പർ ടെൻഷൻ ആണ്. അത് ടെൻഷൻ ആണ്, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടുതലാകുന്ന ഒരവസ്ഥ. ഇത് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം. ഇതിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. If the thyroid gland produces, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികൾ കൂടുതൽ തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ, അതാണ് ഭയങ്കര കൂടുതലാകുന്ന അവസ്ഥ. തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുത്താലും അതും പ്രശ്നമാണ് അല്ലെ. തൈറോയ്ഡ് glands produces too much of thyroid hormones. Too much, TOO, too much of thyroid hormones. Too much of thyroid hormones. കൂടുതൽ തൈറോയിഡുകളുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുക. ഇതിന്റെ ഫലമായിട്ട് എന്താ പറയാ, ഓവർ ആക്റ്റീവ് തൈറോയിഡ് എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. ഓവർ ആക്റ്റീവ് തൈറോയിഡ്, ഭയങ്കര ഓവർ ആക്റ്റീവ് ആകുക. തൈറോയിഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുമ്പോൾ ഓവർ ആക്റ്റീവ് ആയിട്ട് തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ. ഇത് വരുമ്പോ എന്താ സംഭവിക്കാന്ന് അറിയാമോ? നമ്മുടെ ബോഡീന്റെ മെറ്റാബോളിസം അങ്ങോട്ട് സ്പീഡപ്പ് ആകും. ബോഡീസ് മെറ്റാബോളിസം സ്പീഡപ്പ് ആകുകയും അത് പല എന്താ പറയാ ഹൈപ്പർ തൈറോയിഡിസം ആണെന്ന് കാണിക്കുന്ന ചില സിംറ്റംസ് പുറപ്പെടുവിക്കും. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് വെയിറ്റ് ലോസ്, ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാകുക. പിന്നെ ഹാൻഡ് ട്രമേഴ്സ്, കൈയൊക്കെ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ എടുത്ത് പൊക്കുമ്പോഴേക്കും നമുക്ക് വിറയൽ അനുഭവപ്പെടുക. പിന്നെ ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, വളരെ സ്പീഡിലോ ഭയങ്കര വേഗം ഹാർട്ട് ബീറ്റ് വരിക. ഇതൊക്കെ എന്താ പറയാ ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഹൈപ്പർ തൈറോയിഡിസം ഒന്ന് വേണമെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് സിംറ്റംസ് ഒന്ന് എഴുതി വെച്ചേക്കാം. സിംറ്റംസ് SYMPTOMS, SYMPTOMS, സിംറ്റംസ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. വെയിറ്റ് ലോസ്, ഹാൻഡ് ട്രമേഴ്സ്, TREMORS, ഹാൻഡ് ട്രമേഴ്സ്, irregular heartbeats. തൈറോയിഡ് ചിലതൊക്കെ ക്യാൻസറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്. അപ്പൊ തൈറോയിഡ് ക്യാൻസർ. പിന്നെ പറഞ്ഞത് ഏതാ? ലിംഫോമാസ് ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യാ. ലിംഫോമാസ്, LYMPHOMAS, ലിംഫോമാസ്. A type of cancer that affects white blood cells, WBC. WBC എന്ന് എഴുതിക്കോട്ടാ. പിന്നീട് കഴിഞ്ഞ് പറയുമ്പോ ചിലപ്പോൾ WBC ഒക്കെ കയറി വരും. A type of cancer that affects WBC അല്ലെങ്കിൽ white blood cells. ആ രണ്ട് ആയിട്ടുള്ള മൊഡാലിറ്റീസ് ഓഫ് ന്യൂക്ലിയർ മെഡിസിന്റെ പ്രധാനമായിട്ടും എന്താ പറയാ ആധുനികപരമായിട്ടുള്ള രണ്ട് ഇൻവെൻഷൻസ് ആണ്. ഒന്ന് സ്പെക്റ്റും ഒന്ന് പെറ്റും. മറക്കണ്ട അതിന്റെ എക്സ്പാൻഷൻ ഫോം, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഏതാണത്? ഏതാ? ഓങ്കോളജി. ഓങ്കോളജി എന്തിനുള്ള ഡിപ്പാർട്ട്മെന്റാ?
Cancer treatments. It deals with all kinds of cancers അല്ലെ. അത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും. അപ്പൊ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം ഓർക്കേണ്ട കാര്യം ഇതാണ്. ഒന്ന് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇതൊക്കെ അല്ലെ. പിന്നെ മാത്രമല്ല ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ്, പിന്നെന്താണ് ബ്ലഡിന്റെ ഡിസോർഡേഴ്സ്, ഇതൊക്കെയാണ് ഇവിടെ ഈ ഓങ്കോളജി എന്ന് പറയുന്ന വിഭാഗത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഓർക്കുക, all kinds of cancers, പിന്നെ മാത്രമല്ല കീമോതെറാപ്പി ട്രീറ്റ്മെന്റ്, റേഡിയോതെറാപ്പി, cancerous tumors, blood disorders are the wide range of treatments provided under the department oncology ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഇതൊക്കെയാണ്. ഇനി ഇത് എന്താ പറയാ, ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പേഷ്യൻസിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. ഇതിപ്പോ ചിലപ്പോ നിരന്തരമായിട്ട് തലവേദന, എപ്പോഴും തലവേദന, കുറെ പ്രാവശ്യമൊക്കെ മരുന്നുകളൊക്കെ കഴിച്ച് മാറുന്നില്ല, അപ്പൊ അവിടെ നിന്ന് റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് സജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വിഭാഗത്തിലേക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒക്കെ വേണമെങ്കിൽ റെഫർ ചെയ്യുന്നതാണ്. അല്ലാതെ ഓടിച്ചെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെഫ്രോളജിയിൽ പറഞ്ഞതുപോലെ നെർവസ് സിസ്റ്റത്തിലൊക്കെ പറഞ്ഞതുപോലെ എന്താണ് നേരിട്ട് ഓടി തന്നത് നമുക്ക് ന്യൂറോളജി വിഭാഗത്തിലേക്ക് നമ്മൾ പോകാറില്ല. അപ്പൊ അതിന് മുമ്പ് ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെയുള്ള ഇതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെഫർ ചെയ്തായിരിക്കും ഒരു പേഷ്യന്റ് റെഫറൻസ് വഴിയാണ് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരിക എന്നുള്ളതാണ്. ഈ ഡോക്ടേഴ്സ് ഓൾസോ ഈ ഒരു വിഭാഗത്തിലെ ഡോക്ടേഴ്സ് ആർ ഓൾസോ ക്യാരിങ് ഓൺ ദ ട്യൂമർ റിമൂവൽ പ്രൊസീജിയേഴ്സ്. അതായത് ട്യൂമറുകളൊക്കെ, മുഴകളൊക്കെ ഉണ്ടല്ലോ, ട്യൂമർ എന്ന് പറഞ്ഞാൽ മുഴ എന്നാണ് അർത്ഥം. ആൻഡ് ഇറ്റ് മേ ബി ക്യാൻസറസ്, അത് ചിലപ്പോൾ മുഴകള് ക്യാൻസർ ആകാനുള്ള സാധ്യതകളുള്ളതും ഉണ്ട്, ഇല്ലാത്തതുണ്ട്, ഡേഞ്ചറസ് അല്ലാത്ത ഹാംഫുൾ അല്ലാത്ത മുഴകളുണ്ട് കേട്ടോ. മുഴകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവര് ഡീൽ ചെയ്യും, അതൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നത്. പിന്നെ ഇപ്പൊ ചിലപ്പോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ദേ മേ ബി സെൻഡ് ഫോർ ബയോപ്സി, അതായത് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പൊ ബയോപ്സിക്ക് അയക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ഒരു പ്രോബ്ലം ഇല്ല. അതേസമയം ബയോപ്സിക്ക് അയച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ഇത് മനസ്സിലാകുള്ളൂ വെദർ ഇറ്റ് ഈസ് എ ക്യാൻസർ ട്യൂമർ അല്ലെങ്കിൽ അല്ലാത്തതുള്ളതാണോ എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ അത് ഹാംഫുൾ ആണോ അല്ലാത്തതാണോ എന്നൊക്കെ ഈ ടെസ്റ്റിന് ശേഷം മാത്രമേ അറിയുള്ളൂ. അപ്പൊ മുറിച്ച് കളയുന്നതും അത് റിമൂവ് ചെയ്ത് കളയുന്നതും ഒക്കെ ഇവർ ചെയ്യുന്നതാണ്. ഇനി ഓങ്കോളജിയിൽ പ്രധാനമായിട്ടും 3 ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്. 3 ടൈപ്സ് അല്ലെങ്കിൽ 3 ഏരിയാസ് കവർ ചെയ്യുന്ന ഓങ്കോളജി ആണുള്ളത്. ഒന്ന് മെഡിക്കൽ ഓങ്കോളജി, ഒന്ന് സർജിക്കൽ ഓങ്കോളജി, ആൻഡ് അടുത്തത് റേഡിയേഷൻ ഓങ്കോളജി. എന്താണ് മെഡിക്കൽ ഓങ്കോളജി? ആസ് ദ നെയിം സജസ്റ്റ്, ആ പേര് പറയുന്നത് പോലെ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിൽ ബി ഡൺ വിത്ത് ഓൺലി യൂസിങ് ദ മെഡിസിൻ മാത്രം. മെഡിസിനും പിന്നെ കീമോതെറാപ്പി, ഇത് രണ്ടും മാത്രം മതി. മനസ്സിലായി? കീമോതെറാപ്പി നടത്തുക, മെഡിസിൻ കൊടുക്കുക, അകത്തേക്ക് കഴിക്കാനും കീമോതെറാപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ഓങ്കോളജി എന്ന വിഭാഗത്തിൽ ആ ട്രീറ്റ്മെന്റ് അവിടെ അവസാനിക്കും. അതിന്റെ ഫർദർ വീണ്ടും ഒന്നും ചെയ്യേണ്ടി വരില്ല. അതേസമയം സർജിക്കൽ ഓങ്കോളജി എന്താണ്? സർജറി കൂടി നടത്തുന്നു. സർജറി നടത്തി ബയോപ്സിക്ക് ശേഷം എന്ത് ചെയ്യുന്നു? അത് മുറിച്ച് കളഞ്ഞു. അതിനുശേഷം അവിടെ കീമോതെറാപ്പിയോ പിന്നെ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കേണ്ടി വരും. അതാണ് സർജറിയോടൊപ്പം തന്നെ ചെയ്യുന്ന തരത്തിലുള്ള സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിങ് ബയോപ്സി, സർജിക്കൽ റിസെക്ഷൻ, അതായത് ട്യൂമേഴ്സ് ഉടച്ചു കളയുക, മുറിച്ച് കളയുക, റിമൂവ് ചെയ്ത് കളയുക എന്നുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് സർജിക്കൽ ഓങ്കോളജിയിൽ നടത്താം. മറ്റേടത്ത് മെഡിസിൻ മാത്രം കൊടുക്കുന്നു, വലിയ കാര്യമായിട്ടില്ല, അങ്ങനെ മുഴകൾ അങ്ങനെയൊന്നും അല്ല, അല്ലാതെ ഉള്ളതാണ്. അപ്പൊ അത് മരുന്ന് കഴിച്ച് ഭേദമാക്കുന്നു, കീമോതെറാപ്പി കരിച്ചു കളയുന്നു. അത്ര വലിയ ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ സർജിക്കലിൽ റിമൂവ് ചെയ്ത് തന്നെ കളയേണ്ടി വരും. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അടുത്ത റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുമ്പോൾ റേഡിയേഷൻ തെറാപ്പി ആവശ്യമുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പറയാ, റേഡിയേഷൻ കടത്തിവിട്ടിട്ട് ശരീരത്തിലേക്ക് അത് കടത്തിവിട്ടാണ് അത് നടത്തുക. തെറാപ്പി യൂസസ് കെയർഫുള്ളി ടാർഗറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ഡോസസ് ഓഫ് ഹൈ എനർജി റേഡിയേഷൻ. ക്യാൻസറിന്റെ സെൽസിനെ കില്ല് ചെയ്യാൻ വേണ്ടി, നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഹൈ ഡോസിലുള്ള എന്താ പറയാ എനർജിയാണ് ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ടു അവർ ബോഡി. ശരീരത്തിന് വളരെ ഹാംഫുൾ ആയിരിക്കും. പക്ഷെ ചിലതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് അത് തന്നെ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഹൈ ഡോസിലൊക്കെ ഈ റേഡിയേഷൻ ഒക്കെ കടത്തി വരുന്നത് കൊണ്ടാണ് നമ്മൾ ചില ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവർക്ക് ഇന്ന രോഗമായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ആ രോഗം വന്നു എന്നുള്ളത്. കാരണം അവരുടെ മുടിയിൽ ഉണ്ടാകുന്ന മുടിയില്ലാതെയാകും, അങ്ങനെ പല സിംറ്റംസും നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അവരെ വിസിബിൾ, അവരുടെ ബോഡി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും ഇത് ഇന്നത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന്. അതെന്താ കാരണം? ഇത്രയും ഹൈ റേഡിയേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ റേസ് ആണ് ഈ ശരീരത്തിലേക്ക് ക്യാൻസറിന്റെ സെൽസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കടത്തിവിടുന്നത് അല്ലെ. അപ്പൊ ഇത്രയും ഹൈ ഡോസിലുള്ള റേഡിയേഷൻ ശരീരത്തിലേക്ക് കടത്തിവിടുമ്പോൾ അതിൻ്റെതായ റിഫ്ലക്ഷൻ നമ്മുടെ ബോഡി പ്രകടമാക്കൂലേ.
അപ്പൊ അതാണ്. അപ്പൊ റേഡിയേഷൻ ഓങ്കോളജിയിൽ ഹൈ ഡോസ് ഓഫ് റേഡിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, കയറ്റിവിടുന്നത്. സോ ആ രീതിയിലും എന്ത് ചെയ്യുന്നു, ഓങ്കോളജി വിഭാഗത്തിൽ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ 3 ടൈപ്സ് ഓഫ് ഏരിയാസിലാണ് ഓങ്കോളജി പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി. പേരിൽ നിന്ന് തന്നെ മനസ്സിലാകുമല്ലോ. മെഡിക്കൽ മെഡിസിൻ കൊടുക്കുന്നു, കീമോതെറാപ്പി ചെയ്യുന്നു. സർജിക്കൽ സർജറീസ് നടത്തുന്നു, അതായത് റിസെക്ഷൻ, ഈ എന്താ പറയാ ട്യൂമേഴ്സ് റിമൂവ് ചെയ്യുക, റിസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഉടയ്ക്കുക, അതൊക്കെയാ ചെയ്യുക, സർജറീസ് നടത്തുന്നു എന്നുള്ളത്. റേഡിയേഷൻ ഹൈ ഡോസ് റേഡിയേഷൻ എനർജി ടു കിൽ ദ ക്യാൻസർ സെൽസ് ബോഡിയിലേക്ക് കടത്തി വരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഓങ്കോളജി എന്ന് പറയുന്ന വിഭാഗത്തിൽ വരാം. ഓക്കെ, അടുത്തത് ഒരെണ്ണം കൂടി എടുക്കാം, ഒഫ്താൽമോളജി. നമുക്കറിയാം ഒഫ്താൽമോളജി ഇതൊരു ഫെമിലിയർ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഒഫ്താൽമോളജി? ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ്. കണ്ണിന്റെ പ്രോബ്ലംസുമായിട്ട്, അത് അഡൽറ്റ് ആയിക്കോട്ടെ ചിൽഡ്രൻ ആയിക്കോട്ടെ, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കൊച്ചുകുട്ടികൾക്ക് ഒരു ഒഫ്താൽമോളജിസ്റ്റ്, വലിയവർക്ക് വേറെ അങ്ങനെയില്ല. ഒഫ്താൽമോളജി ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ അഡൽട്സിനും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അവർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ജനറൽ ഐ ക്ലിനിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ജനറൽ ആയിട്ടുള്ള എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ കണ്ണിന് ചൊറിച്ചില്, മാതില്, അങ്ങനെയൊക്കെ വേദനകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ജനറൽ ഒരു ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ് ആണ് അതിനകത്ത് വരുന്ന ഒന്ന്. പിന്നെ ലേസർ ട്രീറ്റ്മെന്റുകൾ വരുന്നുണ്ട്. ചിലതൊക്കെ കണ്ണിന്റെ കാഴ്ചക്കുറവൊക്കെ ലേസർ ട്രീറ്റ്മെന്റുകളിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതുണ്ട്. ഒപ്റ്റോമെട്രി ഉണ്ട്, ഓർത്തോബിസ്റ്റ് ഉണ്ട്, അതായത് എക്സ്പേർട്സ് ഇൻ ഡയഗ്നോസിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ഇഫക്ട്സ് ഫോർ ദ മൂവ്മെന്റ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഐ വിച്ച് ഈസ് നോട്ട് വർക്കിംഗ് ടുഗദർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാം? ബൈനോക്കുലർ വിഷൻ എന്നാണ്. ഇത് സാധാരണ കുട്ടികളിലൊക്കെ കാണപ്പെടുന്ന ഒരു സംഭവമാണ്. അതായത് നോട്ടം അവർക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് ബൈനോക്കുലർ വിഷൻ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൂടി ട്രീറ്റ് ചെയ്യുന്ന സ്ഥലം ഓർത്തോബിസ്റ്റുകളാണ് അതിന് എക്സ്പേർട്ടുകൾ കേട്ടോ. അപ്പൊ കുട്ടികളിൽ സാധാരണ അത് കൂടുതലാണ്. കാരണം അവര് ഈ പറയുന്ന പോലെ പല ഇതിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് കണ്ണിന് പല പ്രശ്നങ്ങളൊക്കെ വരുന്നു. അപ്പൊ അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ഡിറ്റക്ട് ചെയ്ത് ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒഫ്താൽമോളജിയിൽ വരുന്നതാണ് ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് ആ ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡ്സിൽ നിന്നുണ്ടായതാണ്. ഓർത്തോ വിച്ച് മീൻസ് എന്താണ്? ഓർത്തോന്റെ പേര് മീനിങ് എന്താണ്? സ്ട്രെയിറ്റ്. കണ്ട, ബൈനോക്കുലർ വിഷൻ, സ്ട്രെയിറ്റ് വിഷൻ ആയിരിക്കും. നമ്മളെപ്പോഴും വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ നോട്ടം സ്ട്രെയിറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അപ്വേർഡിലോ താഴെയോ എല്ലാ സാധനങ്ങളൊക്കെ ഒബ്ജക്റ്റുകളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെപ്പോഴും താഴേക്കോ മുകളിലേക്കോ സൈഡിലേക്കോ ഒക്കെ നമ്മുടെ വിഷൻസ് മാറ്റുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വിഷൻ സ്ട്രെയിറ്റ് ആയിരിക്കും എപ്പോഴും. അതാണ് സ്ട്രെയിറ്റ് വിഷൻ, ബൈനോക്കുലർ വിഷൻ. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ സ്ട്രെയിറ്റ് വിഷൻ അല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത്തരം ട്രീറ്റ്മെന്റുകളിലൂടെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഓർത്തോപിസ്റ്റ് അതിന്റെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഓർത്തോ മീൻസ് ഇവിടെ സ്ട്രെയിറ്റ് എന്നും, ഒപ്റ്റിക്കോസ് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടത് എന്ന മീനിങ് ഉള്ള ഒപ്റ്റിക്കോസ് എന്നീ 2 വേർഡുകൾ ചേർത്തിട്ടാണ് ഓർത്തോപിസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതിനകത്ത് വരുന്ന മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ, നമ്മുടെ ഐ കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റുകൾ ഇവിടെ കൊടുക്കപ്പെടുന്നുണ്ട്. സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് എന്താ പറയാ ഡീറ്റെയിൽഡ് ഇമേജസ്, അതായത് ഈ കണ്ണിന്റെ ഒക്കെ ഇമേജസ് ഒക്കെ എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് കണ്ണിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾക്ക് എന്താ പറയാ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഒഫ്താൽമിക് ഇമേജിംഗ്. ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ണിന്റെ പൊസിഷൻസോ അല്ലെങ്കിൽ കണ്ണിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ മോണിറ്ററിന്റെ സഹായത്തോടെയൊക്കെ എന്ത് ചെയ്യുന്നു? ഡിറ്റക്ട് ചെയ്യും. നമ്മൾ നേരത്തെ ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ പഠിച്ചില്ല. അപ്പൊ അതുപോലെ ഏതെങ്കിലും ചെറിയ ഡോക്ടേഴ്സ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാമറാസ് ഉപയോഗിച്ച് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പൊ അത് ഡിറ്റക്ട് ചെയ്ത് മോണിറ്ററിൽ അതിന്റെ ഇമേജിംഗ് നോക്കി പ്രശ്നങ്ങളെ കണ്ടെത്തി എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒഫ്താൽമോളജിയിൽ പ്രധാനമായിട്ടും ഈ 5 ട്രീറ്റ്മെന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റുകൾ, ലേസർ ട്രീറ്റ്മെന്റ്, ദെൻ ഒപ്റ്റോമെട്രി, പിന്നെ ഓർത്തോപിസ് ആൻഡ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. ഈ 5 ട്രീറ്റ്മെന്റുകളാണ് ഒഫ്താൽമോളജിയിൽ ലഭ്യമാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയും വരെ ഒന്ന് അടുത്ത ദിവസത്തേക്കൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് വരണം കേട്ടാ. വായിച്ചു നോക്കണേ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. ഇതിനകത്ത് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ നമുക്കൊന്ന് എഴുതാം. അതൊന്ന് എഴുതി വെക്കാം. ഒപ്റ്റോമെട്രി എന്താണെന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ഒപ്റ്റോമെട്രി, ഇതിന്റെ എക്സ്പ്ലനേഷൻ അവരവിടെ കൊടുത്തിട്ടില്ല. നമുക്കൊന്ന് എഴുതാം. കണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്.
Optometry is healthcare profession. Healthcare profession. Profession. Profession that involves examining examining eyes, EYES, eyes and related structures, കണ്ണിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, related structures or abnormalities, നോർമൽ അല്ലാത്ത ഒരു അവസ്ഥകളൊക്കെ, അബ്നോർമാലിറ്റീസ്, ഇതിന്റെ ഒക്കെ കൂടി വേണ്ടി ഒരു ട്രീറ്റ്മെന്റ്, അതാണ് ഒപ്റ്റോമെട്രി. നെക്സ്റ്റ് വൺ ബൈനോക്കുലർ വിഷൻ, അതുകൂടി എഴുതി വെച്ചേക്കാം. ബൈനോക്കുലർ വിഷൻ, ability to maintain visual focus on an object with both eyes. Creating a single visual image. ചില കുട്ടികൾക്ക് ഇങ്ങനെ നോക്കുമ്പോ രണ്ടെണ്ണൊക്കെ ആയിട്ടൊക്കെ തോന്നുന്നു, അങ്ങനെ പാടില്ല. നേരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ ആണ്, അതായിരിക്കണം നമുക്ക്. അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതാണ് ഓർത്തോബിസ് എന്ന് പറയുന്ന വിഭാഗം. സിംഗിൾ വിഷ്വൽ ഇമേജ്. അതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടെ എഴുതി വെക്കാം. ലാക്ക് ഓഫ് ബൈനോക്കുലർ വിഷൻ is normally in infants, കുട്ടികളിലാണ്. INFANTS. നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ നേരെ കറക്റ്റ് ആയിട്ട് നോക്കാൻ ഇങ്ങനെ കണ്ണൊക്കെ ഇവിടെ രണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. കുട്ടികളെ നമ്മൾ നോട്ടം ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പല ഇതൊക്കെ കാണിച്ചു കൊടുക്കുമല്ലോ, അവരെ കറക്റ്റ് ആയിട്ട് നേരെ നോക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ. അതൊക്കെയാണ് ചെറുതിലെ നമ്മൾ ശീലിപ്പിക്കും. ചില കുട്ടികൾ അത് വലുതായാലും അങ്ങനെ തന്നെ നോക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ലാതെയൊക്കെ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അല്ല വലുതായി കഴിയുമ്പോൾ അത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അവരെ അതിന്റെ ചികിത്സകളൊക്കെ കൊടുത്ത് ഭേദമാക്കും. ഓക്കെ, ഇന്നപ്പോ ഏതൊക്കെയാ പഠിച്ചത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാ പഠിച്ചേ? ന്യൂറോളജി, നെഫ്രോളജി, ന്യൂക്ലിയർ മെഡിസിൻ, ഓങ്കോളജി, ഒഫ്താൽമോളജി. ഓക്കെ, അത്രയുമാണ് പഠിച്ചത് കേട്ടാ. അപ്പൊ അത് വായിച്ചൊക്കെ നോക്കിയിട്ട് അടുത്ത ദിവസം കയറാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.